1981 മദർ തെരേസ ഹെയ്ത്തി സന്ദർശിക്കുന്നത്. അവിടുത്തെ ഭരണാധികാരിയായിരുന്ന ജീൻ ക്ലോഡ് ഡുവാലിയർ ലോകത്തിലെ ഏറ്റവും ക്രൂരരായ ഏകാധിപതികളിൽ ഒരാളായാണ് അറിയപ്പെട്ടിരുന്നത്. ജനങ്ങളെ അടിച്ചമർത്തുകയും രാജ്യത്തിന്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്ത ഡുവാലിയറിൽ നിന്ന് മദർ ഹെയ്ത്തിയുടെ പരമോന്നത ബഹുമതിയായ ലീജിയൻ ഓഫ് ഓണർ സ്വീകരിച്ചു. അയാളിൽ നിന്ന് സ്വീകരിച്ച സാമ്പത്തിക സഹായം വലിയ ചർച്ചയായി. പാവപ്പെട്ടവരുടെ പേരിൽ ഏകാധിപതികളിൽ നിന്നും അഴിമതിക്കാരിൽ നിന്നും മദർ പണം വാങ്ങുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. എന്നാൽ പണം എവിടെ നിന്നു വരുന്നു എന്നതിനേക്കാൾ അതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് പ്രധാനം എന്നതായിരുന്നു മദറിന്റെ ലളിതമായ മറുപടി. മദറിന്റെ കേന്ദ്രങ്ങളിലെ ശുചിത്വമില്ലായ്മയെക്കുറിച്ചും ആധുനിക ചികിത്സാ രീതികളുടെ അഭാവത്തെക്കുറിച്ചും പാശ്ചാത്യ ഡോക്ടർമാർ വിമർശനങ്ങൾ ഉന്നയിച്ചു തുടങ്ങി. പ്രശസ്ത വൈദ്യശാസ്ത്ര മാസികയായ ദി ലാൻസെറ്റ് എഡിറ്റർ ഡോക്ടർ റോബിൻ ഫോക്സ് മദറിന്റെ കേന്ദ്രങ്ങൾ സന്ദർശിച്ച ശേഷം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി. മദർ വേദനയെ ആത്മീയമായ ഒരു അനുഭവമായാണ് കണ്ടിരുന്നത്. പാവപ്പെട്ടവർ യേശുവിനെ പോലെ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് മനോഹരമാണെന്ന് അവർ വിശ്വസിച്ചു. അതിനാൽ തന്നെ മാരകമായ രോഗമുള്ളവർക്ക് പോലും വേദന സംഹാരികൾ നൽകുന്നതിൽ അവർ വിമുഖത കാട്ടുന്നു. ഇത്തരം വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാലത്ത് തന്നെയാണ് ബ്രിട്ടീഷ് പത്രപ്രവർത്തകനായ ക്രിസ്റ്റഫർ ഹിച്ചൻസും മദർ തെരേസയ്ക്കെതിരെ രംഗത്തു വന്നത്. സഭയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ദാരിദ്ര്യത്തെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായാണ് അദ്ദേഹം മദറിനെ ചിത്രീകരിച്ചത്. മദർ പാവപ്പെട്ടവരെയല്ല, ദാരിദ്ര്യത്തെയാണ് സ്നേഹിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിവാദപരമായ പ്രസ്താവന. വിമർശനങ്ങളും വിവാദങ്ങളും കൊടുമ്പിരിക്കൊള്ളുമ്പോഴും മദർ തെരേസ തന്റെ സ്വതസിദ്ധമായ നിശബ്ദത പാലിച്ചു. തന്നെ ക്രൂരമായി വിമർശിച്ചവർക്ക് മറുപടി നൽകുന്നതിനേക്കാൾ കഷ്ടതയനുഭവിക്കുന്ന മനുഷ്യർക്കൊപ്പം ഇരിക്കാനായിരുന്നു മദർ മുൻഗണന നൽകിയത്. വിമർശനങ്ങൾ എന്നെ തളർത്തുന്നില്ല, മറിച്ച് കൂടുതൽ വിനീതയാക്കുന്നു എന്നായിരുന്നു അവരുടെ പക്ഷം. ക്രിസ്റ്റഫർ ഹിച്ചൻസ് മതഭ്രാന്തി എന്ന് വിശേഷിപ്പിച്ചപ്പോഴും വത്തിക്കാന്റെ നയതന്ത്ര ഏജന്റായി ചിത്രീകരിച്ചപ്പോഴും മദർ നിശബ്ദയായിരുന്നു. ലോകമൊരു വിശുദ്ധയായി വാഴ്ത്തുമ്പോഴും താനൊരു സന്യാസിനി മാത്രമാണെന്ന ബോധ്യത്തിൽ അവരുറച്ചു നിന്നു. പക്ഷെ അപ്പോഴും മദർ തെരേസയുടെ ഉള്ളിൽ ഉണങ്ങാത്ത ഒരു മുറിവുണ്ടായിരുന്നു. തന്റെ ജന്മനാടായ അൽബേനിയയെയും തന്റെ പ്രിയപ്പെട്ടവരെയും കുറിച്ചുള്ള ചിന്തകളായിരുന്നു അത്. 1944 എൻവർ ഹോജ അൽബേനിയയിൽ അധികാരം പിടിച്ചതോടെ രാജ്യം പുറം ലോകത്തു നിന്ന് പൂർണ്ണമായും ഒറ്റപ്പെട്ടു. മതം നിരോധിച്ച ഹോജ അൽബേനിയയെ ലോകത്തിലെ ആദ്യത്തെ നിരീശ്വരവാദ രാജ്യമായി പ്രഖ്യാപിച്ചു. മദറിന്റെ അമ്മയും സഹോദരിയും അൽബേനിയയിൽ കുടുങ്ങിപ്പോയി. അവർക്ക് പുറത്തു കടക്കാനോ മദറിന് അങ്ങോട്ട് ചെല്ലാനോ അനുവാദമുണ്ടായിരുന്നില്ല. മദർ പലതവണ വിസയ്ക്ക് അപേക്ഷിച്ചെങ്കിലും ഹോജയുടെ സർക്കാർ അത് നിരസിച്ചു. വർഷങ്ങളോളം അമ്മയെയും സഹോദരിയെയും കാണാൻ മദർ ശ്രമിച്ചു. കത്തുകൾ അയച്ചു. നയതന്ത്ര പ്രതിനിധികൾ വഴി അപേക്ഷകൾ നൽകി. എന്നാൽ ഭരണകൂടം മദറിന് വിസ നൽകാൻ തയ്യാറായില്ല. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം തീർത്ത ഇരുമ്പ് മറ ആ കുടുംബ ബന്ധത്തിന് മുന്നിൽ വലിയ മതിൽക്കെട്ട് തീർത്തു. ഒരു സന്യാസിനി എന്ന നിലയിൽ ലോകത്തിന്റെ വേദനകൾ ഏറ്റുവാങ്ങുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ നീറുന്ന വ്യക്തിപരമായ നഷ്ടം മദറിനെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. 1972 അമ്മയും പിന്നാലെ സഹോദരിയും മരിച്ച വാർത്ത മദർ അറിഞ്ഞത് മാസങ്ങൾക്ക് ശേഷമാണ്. എന്നാൽ 1980കളുടെ അവസാനത്തിൽ ലോകരാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി.
മദറിന്റെ കാരുണ്യം കമ്മ്യൂണിസ്റ്റ് കോട്ടകളെപ്പോലും തകർക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. 1986 ഏപ്രിൽ 26. അന്നൊരു മഹാദുരന്തത്തിന് യുക്രൈനിലെ ചെർണോബിൽ സാക്ഷ്യം വഹിച്ചു. അർദ്ധരാത്രിയിൽ ആകാശത്തെ പിളർന്നുകൊണ്ടൊരു വലിയ സ്ഫോടന ശബ്ദം മുഴങ്ങി. ചെർണോബിൽ ആണവ നിലയം ഒരഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ പ്രദേശം പ്രേതഭൂമിയായി. പക്ഷികൾ ആകാശത്ത് നിന്ന് ചത്തുവീണു. കിലോമീറ്ററുകളോളം ദൂരത്തിൽ മരങ്ങൾ ഉണങ്ങിക്കരിഞ്ഞു. യൂറോപ്പ് മുഴുവൻ ഭീതിയുടെ നിഴലിലായി. ലോകരാഷ്ട്രങ്ങൾ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഭയപ്പെട്ടു. റേഡിയേഷൻ ഭയന്ന് ഡോക്ടർമാരും സൈനികരും വിറങ്ങലിച്ചു നിൽക്കുന്ന കാലം. വാർത്തകൾ ലോകമെമ്പാടും പടർന്നു. കൽക്കട്ടയിലെ തന്റെ ചെറിയ മുറിയിലിരുന്ന് മദർ ഈ വാർത്തകൾ അറിയുന്നുണ്ടായിരുന്നു. ദുരന്തത്തിന്റെ ഭീകരതയേക്കാൾ മദറിനെ വേദനിപ്പിച്ചത് അവിടെ നിസ്സഹായരായി മരണം കാത്തു കഴിയുന്ന മനുഷ്യരുടെ അവസ്ഥയായിരുന്നു. റേഡിയേഷൻ എന്ന ഭീകരനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ മദർ തെരേസയെ ഭയപ്പെടുത്തിയില്ല. എന്റെ മക്കൾ അവിടെ വേദന അനുഭവിക്കുമ്പോൾ എനിക്ക് എങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയുമെന്നായിരുന്നു മദറിന്റെ ചോദ്യം. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ ഇരുമ്പുമറ അന്ന് ശക്തമായിരുന്നു. ഒരു മതസംഘടനയെയും പ്രത്യേകിച്ചൊരു വിദേശ സന്യാസിനിയെയും ഉള്ളിലേക്ക് കടത്തിവിടാൻ അവർ തയ്യാറായിരുന്നില്ല. പക്ഷേ സ്നേഹത്തിന് മുന്നിൽ അതിർവരമ്പുകൾ തകർന്നു വീണു. സോവിയറ്റ് നേതാവ് മിഖായിൽ ഗോർബച്ചേവ് മദറിന്റെ ആഗ്രഹത്തിന് വഴങ്ങി. 1987 മദർ സോവിയറ്റ് മണ്ണിലെത്തി. ചെർണോബിൽ ദുരന്തബാധിതരെ പാർപ്പിച്ചിരുന്ന മോസ്കോയിലെ പ്രത്യേക ആശുപത്രികളിലേക്ക് അവർ നടന്നു കയറി. കാവൽ നിന്ന സോവിയറ്റ് സൈനികർ തോക്കുകൾ താഴ്ത്തി ആ വെള്ളസാരിയുടുത്ത വൃദ്ധയെ അത്ഭുതത്തോടെ നോക്കി നിന്നു. റേഡിയേഷൻ ഏൽക്കാതിരിക്കാനുള്ള സുരക്ഷാ കവചങ്ങളില്ലാതെ വെറുമൊരു കൊന്തയും സ്നേഹം നിറഞ്ഞ ചിരിയുമായി മദർ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു. അവിടുത്തെ കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു. റേഡിയേഷനേറ്റ് വെന്തുരുകിയ കുഞ്ഞുങ്ങൾ, അസ്ഥികൂടങ്ങൾ പോലെ മെലിഞ്ഞ മനുഷ്യർ. ശാസ്ത്രത്തിന് അവരെ രക്ഷിക്കാൻ കഴിയില്ലെന്ന് ഡോക്ടർമാർ വിധിയെഴുതി. മദർ ആ കുഞ്ഞുങ്ങളെ കോരിയെടുത്തു. മാരകമായ റേഡിയേഷൻ ബാധിച്ച ആരും തൊടാൻ ഭയന്ന മനുഷ്യരെ മദർ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ചുംബിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന മദറിന്റെ വാക്കുകൾ അവരിൽ പ്രതീക്ഷയുടെ കിരണങ്ങളായി. ആ സ്നേഹസ്പർശനം രോഗികൾക്ക് മരുന്നുകളെക്കാൾ ആശ്വാസം പകർന്നു. 1988 ഡിസംബറിൽ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന അർമേനിയയിലുണ്ടായ ശക്തമായ ഭൂകമ്പം 10,000ങ്ങളുടെ ജീവനെടുത്തു. ശീതയുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് വിദേശികൾക്ക് പ്രവേശനമില്ലാതിരുന്ന സോവിയറ്റ് മണ്ണിലേക്ക് മിഖായിൽ ഗോർബച്ചേവിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ച് മദറെത്തി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കിടയിലൂടെ വെള്ളസാരിയുടുത്ത ആ വൃദ്ധരൂപം നടന്നു നീങ്ങിയപ്പോൾ അത് ചരിത്രമായി. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അൽബേനിയയിലെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി എൻവർ ഹോജ 1985 അന്തരിച്ചു. അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വന്ന റാമിസ് ആലിയ ഭരണകൂടം
വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിച്ചു. ലോകം മുഴുവൻ ആദരിക്കുന്ന മദർ തെരേസയെ തടയുന്നത് രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്ന് അവർ ഭയപ്പെട്ടു. അങ്ങനെയാണ് മദറിന് രാജ്യത്തേക്കുള്ള വിസ നൽകാൻ അദ്ദേഹം തയ്യാറായത്. 1989 ഓഗസ്റ്റിൽ 61 വർഷങ്ങൾക്ക് ശേഷം മദർ തന്റെ ജന്മനാട്ടിൽ തിരിച്ചെത്തി. ടിറാനയിലെ സെമിത്തേരിയിൽ അമ്മയുടെയും സഹോദരിയുടെയും കല്ലറകൾക്ക് മുന്നിൽ മദർ ഏറെ നേരം നിശബ്ദയായി പ്രാർത്ഥിച്ചു. അത് വെറുമൊരു പ്രാർത്ഥനയായിരുന്നില്ല, മറിച്ച് 6 പതിറ്റാണ്ടുകാലം ഉള്ളിൽ കൊണ്ടു നടന്ന തീവ്രമായ വ്യഥയുടെ ശമനമായിരുന്നു. തന്റെ അസാന്നിധ്യത്തിൽ മരണമടഞ്ഞ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആ മണ്ണിൽ മുട്ടുകുത്തി നിന്നുകൊണ്ട് മദർ സമർപ്പിച്ച ആ കണ്ണുനീർത്തുള്ളികൾ സ്നേഹത്തിന് രാഷ്ട്രീയ അതിരുകളില്ലെന്ന വലിയ സത്യമാണ് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. മദറിന്റെ ആരോഗ്യം ക്ഷയിച്ചു വരികയായിരുന്നു. 1989 മദറിന് 2ാമത്തെ ഹൃദയാഘാതം സംഭവിച്ചു. കൽക്കട്ടയിലെ ആശുപത്രിയിൽ മാസങ്ങളോളം മദറിന് കഴിയേണ്ടി വന്നു. ഈ സമയത്താണ് മദറിന്റെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ സ്ഥിരമായി ഒരു പേസ് മേക്കർ ഘടിപ്പിച്ചത്. തന്റെ ഉത്തരവാദിത്തങ്ങൾ മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണമെന്ന് മദർ ആഗ്രഹിച്ചു. 1990 മിഷണറീസ് ഓഫ് ചാരിറ്റിയുടെ സുപ്പീരിയർ ജനറൽ സ്ഥാനത്ത് നിന്നൊഴിയാൻ മദർ ഔദ്യോഗികമായി കത്ത് നൽകി. എന്നാൽ സഭയിലെ സഹോദരിമാർ അത് അംഗീകരിച്ചില്ല. മരണം വരെ തങ്ങളെ നയിക്കാൻ മദർ വേണമെന്ന് അവർ കണ്ണീരോടെ അപേക്ഷിച്ചു. ഒടുവിൽ ദൈവഹിതമെന്ന് കരുതി മദർ ആ പദവിയിൽ തുടർന്നു. 1990 ഗൾഫ് യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ ലോകത്തിന് മുകളിൽ ഉരുണ്ടുകൂടി. ആ സമയം ലോകം കണ്ട ഏറ്റവും ശക്തരായ 2 ഭരണാധികാരികളിലേക്ക് സമാധാനത്തിന്റെ ദൂതുമായി മദർ തെരേസയെത്തി. ചരിത്രത്തിലെ സമാനതകളില്ലാത്ത നിമിഷങ്ങളായി അത്. 1990 ഓഗസ്റ്റിൽ ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യകക്ഷികൾ ഇറാഖിനെതിരെ സൈനിക നീക്കത്തിന് തയ്യാറെടുത്തു. ആധുനിക യുദ്ധോപകരണങ്ങളും ബോംബുകളും വിനാശത്തിനായി കാത്തിരിക്കുമ്പോഴാണ് മദർ തെരേസ ആയുധങ്ങൾക്കെതിരെ സ്നേഹത്തിന്റെ ഭാഷയുമായി മുന്നോട്ടു വന്നത്. ലോകരാഷ്ട്രങ്ങൾ ആയുധങ്ങൾ രാഖി മിനുക്കുമ്പോൾ മദർ തെരേസ ലോകത്തെ 2 കരുത്തരായ നേതാക്കൾക്ക് കത്തുകൾ എഴുതി. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് H.W. ബുഷനും ഇറാഖ് പ്രസിഡന്റ് സദ്ദാം ഹുസൈനും. യുദ്ധത്തിൽ ജയിക്കുന്നവർ ആരായാലും തോൽക്കുന്നത് പാവപ്പെട്ട മനുഷ്യരാണ്. ആയുധങ്ങൾ താഴെവെച്ച് സ്നേഹത്തിന്റെ വഴി തേടുക എന്ന മദറിന്റെ അഭ്യർത്ഥന ലോകത്തിന്റെ ധാർമ്മിക മനസാക്ഷിയെ തട്ടിയുണർത്തി. 1990 അവസാനിക്കുമ്പോൾ മദറിന്റെ ആരോഗ്യം ഏറെ ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു. തുടർച്ചയായ ഹൃദയാഘാതങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ആ 80-കാരിയെ തളർത്തി. പേസ്മേക്കറിന്റെ കൃത്രിമ താളത്തിൽ തുടിക്കുന്ന തന്റെ ഹൃദയം ഇനി എത്രനാൾ ഈ ഭാരം താങ്ങുമെന്ന് മദറിന് നിശ്ചയമില്ലായിരുന്നു. കൽക്കട്ടയുടെ ചേരികളിൽ നിന്ന് തുടങ്ങിയ ആ ചെറിയ കാൽവയ്പ് അപ്പോഴേക്കും 5 വൻകരകളിലായി 400-ലധികം സേവന കേന്ദ്രങ്ങളിലേക്ക് പടർന്ന് പന്തലിച്ചിരുന്നു. കിഴക്കൻ യൂറോപ്പിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ തകർന്നു വീണപ്പോൾ ലോകം നടുങ്ങിയ ഒരു കാഴ്ചയുണ്ടായിരുന്നു. റൊമാനിയയിലെ അനാഥാലയങ്ങൾ. മരണക്കൂടുകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ആ കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ദാരിദ്ര്യം കൊണ്ടും എയ്ഡ്സ് ബാധിച്ചും മരണത്തോട് മല്ലിടുകയാണ്. വാർത്തയറിഞ്ഞ ഉടനെ മദർ റൊമാനിയയിലേക്ക് തിരിച്ചു.
റൊമാനിയൻ അതിർത്തിയിൽ മദറിനെ സ്വീകരിച്ചത് കണ്ണീർ കാഴ്ചകളായിരുന്നു. അവിടെ എയ്ഡ്സ് ബാധിച്ച കുഞ്ഞുങ്ങൾക്കായി ഹോസ്പിറ്റലുകൾ തുറക്കാൻ മദർ മുൻകൈയെടുത്തു. കമ്മ്യൂണിസ്റ്റ് ഏകാധിപതി നിരോധിച്ചിരുന്ന പ്രാർത്ഥനയും അനുഷ്ഠാനങ്ങളും ആ മണ്ണിലേക്ക് തിരികെ കൊണ്ടുവന്നു. ഇക്കാലത്താണ് മദറിന്റെ പ്രശസ്തി ഒരു പടി കൂടി വർദ്ധിച്ച മറ്റൊരു സംഭവമുണ്ടായത്. 27 വർഷത്തെ ജയിൽവാസത്തിനു ശേഷം മോചിതനായ ദക്ഷിണാഫ്രിക്കൻ വിപ്ലവകാരി നെൽസൺ മണ്ടേല ഇന്ത്യ സന്ദർശിക്കാനെത്തി. അദ്ദേഹം മദർ തെരേസയെ നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. വർണ്ണവിവേചനത്തിനെതിരെ പോരാടിയ മണ്ടേലയും ദാരിദ്ര്യത്തിനെതിരെ പോരാടിയ മദറും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച സ്നേഹത്തിന്റെയും നീതിയുടെയും സംഗമമായിരുന്നു. നിങ്ങൾ ലോകത്തിന് നൽകുന്നത് സ്നേഹമാണ്, ഞാൻ നൽകുന്നത് പോരാട്ടമാണ് എന്നായിരുന്നു മണ്ടേലയുടെ വാക്കുകൾ. എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒന്നാണ്, മനുഷ്യന്റെ അന്തസ്സ് എന്ന് മണ്ടേല തുടർന്നു. ആ 2 മഹാത്മാക്കളുടെ കൈകോർക്കൽ ലോകമെമ്പാടുമുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വലിയ ആത്മവിശ്വാസമാണ് നൽകിയത്. വിമർശകർ മദറിനെ മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പേരിൽ വിചാരണ ചെയ്തപ്പോൾ അവർക്ക് മറുപടി നൽകാൻ മദർ സമയം കണ്ടെത്തിയില്ല. പകരം ആയുധങ്ങൾക്കും അഴിമതിക്കും മേൽ സ്നേഹം കൊണ്ട് അവർ വിജയം കൊയ്തു. ഭരണകൂടത്തിനെത്താൻ കഴിയാത്ത മനുഷ്യരുടെ വേദനകളിലേക്ക് നീലക്കരയുള്ള വെള്ളസാരിയുടുത്ത സഹോദരിമാർ പ്രതീക്ഷയുടെ കിരണങ്ങളായി എത്തി. ശാരീരികമായ അവശതകൾ ആ ശരീരത്തെ തളർത്തുമ്പോഴും സ്നേഹത്തിന്റെ ആ മഹാസാഗരം ലോകമെങ്ങും അലയടിച്ചുകൊണ്ടിരുന്നു.